നമസ്കാരം. സഹകാര റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. നമ്മുടെ സിലബസിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അത് നമ്മളൊരു രണ്ട് മൂന്നോ പാർട്ടായിട്ട് നമ്മൾ അതെടുക്കും. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച INC ആദ്യം ഫോം ചെയ്യുന്നു. അതിൻ്റെ പിന്നോടിയായിട്ട് പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ INCയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, ബംഗാൾ വിഭജനം നടക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചു ഒട്ടനേകം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചിട്ട് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വ്യക്തികളും അവരുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകളും ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. തുടങ്ങാൻ പോവുകയാണ്. ആദ്യം ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവരുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തെറ്റായിട്ട് മാച്ച് അല്ലാതെ തന്നിട്ടുണ്ട്. മാച്ച് ആക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം ബന്ധുല. അപ്പോൾ ഇതിനകത്ത് ചില പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില സംഘടനകളും പേരുകളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. ഉത്തരം ഞാൻ പറയില്ല, നിങ്ങൾ പറയും. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് എടുത്ത് പൗസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ തന്നെ പറയാൻ നോക്കുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണുന്നതൊക്കെ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലാസ്സിന് ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആൻസർ ചെയ്യും, ശരിയായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടണേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഈ മേഖലയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനസൻസ്? രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ആരംഭിച്ച പത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു മേഖലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിന് ശേഷം, ക്ലാസ്സിൻ്റെ 2 പാർട്ടും കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, എടുത്ത് വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 19th സെഞ്ച്വറി, ഏകദേശം 19ാം നൂറ്റാണ്ട് തൊട്ടാണ് റിഫോം മൂവ്മെൻറ്റ്സ് എമർജ്ഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റിനൈസൻസ് ലീഡേഴ്സ് എഗൻസ്റ്റ് ഇമ്മോറൽ പ്രാക്ടീസ്. ഇന്ത്യയിൽ ഒരുപാട് ഇമ്മോറൽ പ്രാക്ടീസ്, അതായത് ഇമ്മോറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ കുറേ നയങ്ങൾ, അതായത് കുറേ അനാചാരങ്ങൾ, ആവശ്യമില്ലാത്ത കുറേ നമ്മൾ പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി. ശൈശവ വിവാഹം, പിന്നെ വിധവ പുനർവിവാഹം ഇല്ലാതിരിക്കുക, അതേപോലെ അങ്ങനെ ഒരുപാട് സ്ത്രീകളെ അടിച്ചമർത്തുക, അങ്ങനെ ഒരുപാട് ഇമ്മോറൽ പ്രാക്ടീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റിനൈസൻസ് ലീഡേഴ്സ്, നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആരംഭിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ് എന്നൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. കാര്യം ഇത് പുസ്തകത്തിനകത്ത്, SCRT പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും, ക്ലാസ് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ദ എമർജൻസ് ഓഫ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്. ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് ഉണ്ടായി വരാനുള്ള, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. നന്നായിട്ട് പഠിക്കുക. ഇതും നമ്മുടെ റാങ്ക് മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കളയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കില്ല. ഡിഗ്രി ലെവൽ എക്സാം ആണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, നോക്കുക. ഇതിൽ ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എമോങ് ദ ഇന്ത്യൻ പീപ്പിൾ. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഇന്ത്യയിലുള്ള ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഡെവലപ്മെൻറ്റ് എമോങ് ദ ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യക്കാരുകളുടെ ചിന്താഗതിയൊക്കെ അങ്ങ് വികസിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് തന്നെ തോന്നി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ഇമ്മോറൽ പ്രാക്ടീസൊക്കെ നല്ലതാണോ എന്ന് ഇന്ത്യക്കാർ തന്നെ സ്വയം ചിന്തിച്ചു. അപ്പോൾ ഇതൊരു നല്ല പോയിൻ്റാണ്. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് എന്തിലേക്ക് നയിച്ചു? ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ട് വരാനൊരു പ്രധാന കാരണമായിരുന്നു. അടുത്ത കാരണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, ആധുനിക വൽക്കരണത്തോടുള്ള താല്പര്യം. പരസ്പരം കണ്ടു ചോദിക്കാൻ പറ്റും. അവർ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ, സ്വതന്ത്രമായിട്ട് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർ സ്വയം ഒന്ന് ഡെവലപ്പായി. അങ്ങനെ സ്വയം ഡെവലപ്പായ ഇന്ത്യൻ ജനത
ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, അവർക്ക് എന്തിലും താല്പര്യമുണ്ടായിരുന്നു? ആധുനികവൽക്കരണത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെയുള്ള സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകളിലേക്ക് വഴിതെളിച്ചു. അടുത്തത് നോക്കുക, ലോജിക്കൽ തിങ്കിങ്, യുക്തിചിന്ത. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ പോലും നമ്മൾ പല കാര്യങ്ങളും യുക്തി ഇല്ലാതെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ 19ാം നൂറ്റാണ്ടിൽ ചില ഇന്ത്യക്കാർ എന്ത് ചെയ്തു? യുക്തിപരമായിട്ട് ചിന്തിച്ചു. ഈ നമ്മളിവിടെ ചെയ്യുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഇന്ന കാര്യം എന്തൊക്കെയാണോ നമ്മൾ പഠിക്കും കേട്ടോ, ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഇത് ചെയ്തുകൊണ്ട് എന്താണ് ഉപയോഗം? ഇത് ശരിക്കും ഒരു ട്രാപ്പല്ലേ? അല്ലെങ്കിൽ ഇത് ആരൊക്കെയോ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ചതല്ലേ? ഇത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമല്ലേ? അങ്ങനെ കുറേ ലോജിക്കലായിട്ട് ഇന്ത്യക്കാർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എന്തിലേക്ക് നയിച്ചു? നമ്മുടെ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റിലേക്ക് നയിച്ചു. SCERT ഫാക്റ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ, നിർബന്ധമായും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ഡെവലപ്പ് എമോങ് ദ ഇന്ത്യൻ പീപ്പിൾ, ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, ലോജിക്കൽ തിങ്കിങ് തുടങ്ങിയവ. നോക്കുക, ദ ഡിമാൻഡ് പുട്ട് ഫോർവേഡ് ബൈ ദ ഇന്ത്യൻ സോഷ്യൽ റിഫോമേഴ്സ് ടു അച്ചീവ് ദെയർ ഗോൾ. അപ്പോൾ ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകളൊക്കെ തുടങ്ങിയത് അവർക്കൊരു ഗോളുണ്ട്, അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ മാറ്റാനാണ് നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കൾ ശ്രമിച്ചതെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അബോളിഷ് ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതൊരു പ്രധാന ലക്ഷ്യമായിരുന്നു. ഇതുപോലെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിലൊരു പ്രധാനമായിട്ടും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച ഗോൾ എന്ന് പറയുന്നത് അബോളിഷ് ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. അന്ന് 19ാം നൂറ്റാണ്ട് ശ്രമിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും അത് പൂർണ്ണമായും നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്തെ പോയിന്റ്, പ്രൊട്ടക്റ്റ് എവരി ഓൺ റൈറ്റ്സ്, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ജെൻഡർ വ്യത്യാസമില്ലാതെ, കാസ്റ്റ് വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതും എന്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു? ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അടുത്തത്, സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ എഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകളോടുള്ള വിവേചനം ഒഴിവാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാര്യം ഇതിന് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനേകം സാമൂഹികവൽക്കരണ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ എഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകളോടുള്ള വിവേചനം എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. എഡ്യൂക്കേറ്റ് ആൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. ഇംപ്ലിമെൻറ്റ് വിഡോ മാരേജ്, വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ എൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി. വാട്ട് ഈസ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി? പൗരോഹിത്യ മേധാവിത്വം. പുരോഹിതന്മാർ തീരുമാനിക്കുന്നത് പോലെ സമൂഹത്തിലെ കാര്യങ്ങൾ നടക്കുന്നു, പുരോഹിതന്മാരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുന്നു. അതാണ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവസാനിപ്പിക്കുക. അതുപോലെ ചൈൽഡ് മാരേജ് അവസാനിപ്പിക്കുക. എന്താണ്? ശിശു വിവാഹം, ശൈശവ വിവാഹം അത് അവസാനിപ്പിക്കുക. വിധവകൾക്ക് കല്യാണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. സ്ത്രീകളോടുള്ള വിവേചനം ഇല്ലാതാക്കുക. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ജാതി വ്യവസ്ഥ തുടച്ചു നീക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു 19ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെയാണേ, എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. അബോളിഷ് ദ കാസ്റ്റ് സിസ്റ്റം, പ്രൊട്ടക്ട് എവരിയോൺസ് റൈറ്റ്, സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൻസ്, എഡ്യൂക്കേറ്റ് ആള്, ഇംപ്ലിമെന്റ് വിഡോസ് റീമാരേജ്, എൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി. ക്ലിയർ ആണേ? പോയിന്റുകൾ ക്ലിയർ ആണേ? അടുത്തൊരു സ്ലൈഡിലേക്ക് പോവുകയാണ്. നോക്കിക്കേ, ഈ സ്ലൈഡിൽ എന്താ തന്നിരിക്കുന്നത്? കാണുമ്പോൾ അറിയാം എന്താ? SCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പോയിന്റുകൾ പുസ്തകത്തിലുള്ളതാണ്. ആ പോയിന്റുകൾ SCERT പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തിലുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്. ഇതാ ലോജിക്കൽ തിങ്കിങ്, ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലൂടെ? 19ാം നൂറ്റാണ്ടിൽ. ഞാൻ ഈ അടിവരെ ഇടുന്ന പോയിന്റുകൾ നമ്മൾ പഠിച്ച പോയിന്റുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റുകളാണ്. കൃത്യമായും പഠിക്കുക, സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പ്രധാനമായി രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധ അനാചാരങ്ങൾ ഇല്ലാതാക്കുക,
ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഇല്ലാതാക്കുക. രണ്ടാമത്തേത്, എല്ലാ മനുഷ്യർക്കും വിവേചനമില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാൻ വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ കുറച്ച് മുൻപ് സിമ്പിളായിട്ട് പറഞ്ഞത്, പ്രൊട്ടക്റ്റ് എവരിയോൺസ് റൈറ്റ്. പുസ്തകത്തിനകത്ത് അത് കുറച്ചും കൂടെ ഡീലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും വിവേചനമില്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നടക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, വിദ്യാഭ്യാസം നേടാൻ, ഇതിനൊക്കെയുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും എവിടെ ഉണ്ടായിരുന്നത്, 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ട് വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായത്. SCERT കൊടുത്തിട്ടുള്ള ആ ഒരു SCERT പുസ്തകത്തിൻ്റെ ഒരു പാർട്ടാണ് അതേപോലെ എടുത്തിട്ട് വച്ചിരിക്കുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒരിക്കൽ കൂടി ഒന്ന് പഠിക്കുക. ഇപ്പം നിങ്ങൾ ഡിഗ്രിയിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ബാക്കി 10th ലെവൽ എക്സാംസിനൊക്കെ നിങ്ങൾക്കിത് ചോദിക്കാം. ഓക്കെ, അടുത്ത ബാക്കി നോക്കുക. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമല്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ എളുപ്പം അങ്ങോട്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. എന്താണ്, എല്ലാവർക്കും നടക്കാനുള്ള അവകാശം നേടിയെടുക്കണം. അത് അന്നത്തെ സാഹചര്യത്തിന് അത്രത്തോളം എളുപ്പമല്ലായിരുന്നു. കാര്യം ഒരുപാട് അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ: ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. ഇതാണ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത്, അബോളിഷ് കാസ്റ്റ് സിസ്റ്റം. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് എവരിയോൺസ് റൈറ്റ്. ഓക്കെ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ എബൌട്ട് വുമൺ, സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക. അടുത്തത്, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, എഡ്യൂക്കേറ്റ് ഓൾ. ഇംപ്ലിമെന്റ് വിഡോസ് മാരേജ്, വിധവ പുനർവിവാഹം നടപ്പാക്കുക. സ്റ്റോപ്പ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രീസ്ലിഹുഡ് സുപ്രമസി, അല്ലേ, പൗരോഹിത്യ മേധാവിത്വവും ശൈശവിവാഹം, ചൈൽഡ് മാരേജിനെയും അവസാനിപ്പിക്കുക. ഇത് തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത്. അപ്പോൾ ഈ പോയിന്റ് SCERT പുസ്തകത്തിലുള്ള പോയിന്റാണ്. ക്ലിയറായി പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ഡിഗ്രിയിലുള്ള എക്സാം നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ SCERT ഫാക്റ്റുകൾ സാധാരണഗതിയിൽ നിലവിൽ മുമ്പത്തെ എക്സാമിന് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെൻറ്റൻസ് പോലും മാറ്റാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്നൊരു പാരമ്പര്യം PSC കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇനി മാറ്റും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റുകൾ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവ പുനർവിവാഹം നടപ്പാക്കുക, ശൈശവിവാഹവും പൗരോഹിത്യ മേധാവിത്വവും എന്നിവ അവസാനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ട് വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഈ 2 സ്ലൈഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ഈ ഒരു സ്ലൈഡ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ക്ലിയർ ആണേ? അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മുടെ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ പോയിന്റ് വിടാതെ പഠിക്കുക. രാജാറാം മോഹൻ റോയ്, ആദ്യം ഇദ്ദേഹം ജനിച്ച വർഷമാണ് പറയുന്നത്. 1772 മെയ് 22-നാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ഓക്കെ, ഇത് ഇയർ രാജാറാം മോഹൻ റോയ് വാസ് ബോൺ. അദ്ദേഹം ജനിച്ച വർഷം 1772 മെയ് 22-നാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ രാധാനഗർ, ബംഗാളിലുള്ള രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ജനിച്ച ജില്ലയുടെ പേര് ഹൂഗ്ലി ജില്ല. അതും കൂടി പഠിച്ചു വയ്ക്കുക. നമ്മൾ ഈ ജില്ലയും സംസ്ഥാനവും സ്ഥലവും ഒക്കെ ഇങ്ങനെ വിടാതെ പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും ബംഗാളിലെ രാധാനഗറിലെ ഹൂഗ്ലി ജില്ലയ്ക്ക് പകരം വേറെ ഏതോ ഒരു ജില്ല എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാധാനഗർ കണ്ടുകൊണ്ട് പോയി ശരിയാണെന്ന് എഴുതും. നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് PSC അങ്ങനെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ലിയറായിട്ട് പഠിക്കുക. ബംഗാളിലാണ് ജനിച്ചത്. ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് ജനിച്ചത്. 2 പോയിന്റ് ക്ലിയർ ആണേ? ഓക്കെ ആണേ? ശരി, അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്.
നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഉമാദേവി. ഈസി ക്വസ്റ്റ്യൻ. ഉമാദേവി എന്നാണ് വൈഫിൻ്റെ പേര്. നമ്മൾ ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും പഠിക്കും. അപ്പോൾ ഈ ഭാര്യയുടെ പേരൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, അറിഞ്ഞു വെച്ചേക്കുക. കാര്യം ഈ സ്റ്റേറ്റ്മെൻറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴയ്ക്കും. രാജാറാം മോഹൻ്റെ ഭാര്യയുടെ പേര് എന്ത് എന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ വരാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളും അവരുടെ ഭാര്യമാരുടെ പേരും പഠിക്കും. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വയ്ക്കരുത്. ആളുകളുടെ ഭാര്യമാരെ ഒന്നും മാറ്റരുത് നിങ്ങൾ. എന്തായാലും ഉമാദേവി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ ഭാര്യയുടെ പേരാണ്. അദ്ദേഹം മരിച്ചത് 1883 സെപ്റ്റംബർ 27 മരിച്ച സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇദ്ദേഹം മരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ചിട്ടാണ്, ഇന്ത്യക്ക് വെളിയിലാണ്. സോ ഇദ്ദേഹം മരിച്ച സ്ഥലത്തിന് കുറച്ച് പ്രധാനമാണ്. സാധാരണ മരിച്ച ഡേറ്റ് ഒന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചോദിക്കില്ല എന്നല്ല, സാധാരണഗതിയിൽ ഇപ്പം ഇന്നാൾ മരിച്ചതെന്ന് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചോദ്യങ്ങൾ വരാറില്ല. വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ, സാധാരണഗതിയിൽ വരാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇദ്ദേഹം മരിച്ചത് ഇന്ത്യക്ക് വെളിയിലാണ്, ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലാണ്. ആര് മരിച്ചത്? രാജാറാം മോഹൻ റോയ് മരിക്കുന്നത്. മരിച്ച വർഷം 1883 സെപ്റ്റംബർ 27. അപ്പോൾ ജനിച്ച വർഷം ഒന്ന് പറഞ്ഞേ 72 മെയ് 22. ജനിച്ച സ്ഥലം എവിടെയാണേ പറഞ്ഞേ? രാധാനഗർ, ബംഗാൾ, ഹൂബ്ലി ജില്ല. ഉമാദേവി ഇദ്ദേഹത്തിൻ്റെ ആരാണ്? ഭാര്യയാണല്ലേ. മരിച്ച വർഷം ഒന്ന് പറഞ്ഞേ, പറയണേ, ഒരു ഉപേക്ഷം വിചാരിക്കരുതേ, പറഞ്ഞു പഠിക്കണേ. 83 സെപ്റ്റംബർ 27. എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ. ക്ലിയർ ആണ്? ഈ പോയിന്റുകൾ ക്ലിയർ ആണ്? 3-4 പോയിന്റുകളെ പറഞ്ഞോളൂ. ഇതാ അടുത്തത് ശ്രദ്ധിക്കുക. ദ മുഗൾ റൂളർ ഹു ഗേവ് ദ ടൈറ്റിൽ രാജ ടു രാജാറാം മോഹൻ റോയ്. ഈ രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്ത മുഗൾ ചക്രവർത്തി അക്ബർ ഷാ സെഗ്മെന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്ത മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. കൊന്നുകളഞ്ഞാലും മറക്കരുത്, അക്ബർ ഷാ സെക്കൻഡ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്ത വ്യക്തി. അടുത്ത് നോക്കുക. രവീന്ദ്രനാഥ് ടാഗോർ കാൾഡ് രാജാറാം മോഹൻ റോയ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ്. എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും ഒക്കെ അതിലൊന്നൊന്ന് വായിച്ചിട്ടുണ്ടാവും. അവരിത് കണ്ടു കാണും. ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഇദ്ദേഹത്തിനെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് എന്ന് വിളിച്ചത് ഇദ്ദേഹമാണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രണ്ടും പഠിക്കണം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് ഈ വിശേഷണം കൊടുത്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ലീഡർ ഓഫ് ദ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്. ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്, സാമൂഹിക മത നവോത്ഥാന നവീകരണ പ്രസ്ഥാനങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ ലീഡർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ് രാജാറാം മോഹൻ റോയ് ആണ്. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, പിതാവല്ല സ്ഥാപകൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആര് എന്ന് വേറൊരു ചോദ്യമുണ്ട്, അത് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. ഇവിടെ പറയുന്നത് ഫൗണ്ടർ. കാര്യം നിങ്ങൾ ഈ ഫൗണ്ടർ എന്ന് പഠിച്ചു വയ്ക്കും. പെട്ടെന്ന് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി രാജാറാം മോഹൻ റോയ് എഴുതും. അല്ല, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഫൗണ്ടർ, സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അങ്ങനെ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുസ്തകത്തിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് നമുക്കത് പറയാം. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നോൺ ആസ് ദ ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം ഹൈബ്രിഡ് കൾച്ചർ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. നോൺ ആസ് ദ ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം ഹൈബ്രിഡ് കൾച്ചർ, ഹിന്ദു മുസ്ലിം കൾച്ചറിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതുപോലെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് മോർണിംഗ് സ്റ്റാർ ഓഫ് സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളുടെ മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന രണ്ട് വിശേഷണങ്ങൾ: ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം ഹൈബ്രിഡ് കൾച്ചർ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നു. അതുപോലെ പ്രഭാത നക്ഷത്രം. എന്തിൻ്റെ പ്രഭാത നക്ഷത്രം? സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്, ഇന്ത്യൻ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നീ വിശേഷങ്ങളുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ക്ലിയർ ആണേ? പോയിന്റുകൾ ക്ലിയർ ആണേ? ഇത് അടുത്ത് നോക്കുക. ദ ഫസ്റ്റ് ഇന്ത്യൻ
ടു ഗോ ടു ഇംഗ്ലണ്ട് ബൈ സീ. കടലിലൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത പോയിന്റ് നോക്കുക. ദ റിനൈസൻസ് ലീഡർ ബിലീവ്ഡ് ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ദ സോഴ്സ് ഓഫ് ഡിസ്യൂണിറ്റി അമോങ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിലുള്ള ഡിസ്യൂണിറ്റിയുടെ കാരണം കാസ്റ്റ് സിസ്റ്റമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ലീഡറാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, എളുപ്പമാണ്. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ദ സോഴ്സ് ഓഫ് ഡിസ്യൂണിറ്റി അമോങ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിലുള്ള ഐക്യമില്ലായ്മയുടെ കാരണം ഈ ജാതി വ്യവസ്ഥയാണ് എന്ന് വിശ്വസിച്ചിരുന്ന നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. പോയിന്റുകൾ ക്ലിയർ ആണേ? നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ഞാനിത് എത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇത് തിരിയും. കാര്യം ഈ പോയിന്റുകളൊക്കെ ഒരേ കണക്കാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന കുറേ ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, ഇദ്ദേഹം അതിൻ്റെ പിതാവ്, ഇതിൻ്റെ സ്ഥാപകൻ, അങ്ങനെയാണ് പഠിക്കുന്നത്. നല്ല ശ്രദ്ധിച്ചിരിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോകും. നമുക്ക് അടുത്തതിലേക്ക് നോക്കുക. ദ ഓർഗനൈസേഷൻ വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ 1850. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന, കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തിരിക്കുക, ആ സംഘടനയുടെ പേരാണ് ആത്മീയ സഭ. എന്താണ് ആത്മീയ സഭ എന്ന് ചോദിച്ചാൽ, ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. നോൺ ആസ് ദ പ്രൊസീഡർ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആത്മീയ സഭ തന്നെയാണ്. ആത്മീയ സഭയാണെന്ന് അറിയപ്പെടുന്നത് നോൺ ആസ് ദ പ്രൊസീഡർ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം നമ്മൾ പഠിക്കും. ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് വരുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ആത്മീയ സഭ. മറക്കരുത്. 1815 ആത്മീയ സഭ ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് പറഞ്ഞേ? രാജാറാം മോഹൻ റോയ്. എന്തെന്നറിയപ്പെടും? നിങ്ങൾ പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ, പറയടേ. പ്രൊസീഡർ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടും. ക്ലിയർ അല്ലേ? ഇതാ ബാക്കി നോക്കുക. വേദാന്ത കോളേജ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ കൽക്കത്ത ഇൻ 1855. 1825 വേദാന്ത കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് തുടങ്ങിയ ചില പ്രസ്ഥാനങ്ങളും ചില സ്ഥാപനങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. 1825 വേദാന്ത കോളേജ്. ഇത് ചിലപ്പോൾ ഡേറ്റ് തന്നിട്ട് കറക്റ്റ് മാച്ച് ചെയ്യാനൊക്കെ പറഞ്ഞ് ചോദിക്കാൻ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ. അപ്പോൾ ആദ്യം പഠിച്ചത് 1815 ആത്മീയ സഭ. ഇപ്പോൾ വേദാന്ത കോളേജ് 1825 കൽക്കത്ത. അടുത്തത് സോഷ്യൽ റിഫോമർ ഹു പെർസ്യൂഡഡ് ലോർഡ് വില്യം ബെൻഡിക്ട് ടു പാസ് ദ ലോ അഗൈൻസ്റ്റ് പ്രാക്ടീസ് ഓഫ് സതി. ലോ അഗൈൻസ്റ്റ് പ്രാക്ടീസ് ഓഫ് സതി എന്ന് പറയുന്ന ദുരാചാരം ഉണ്ടായിരുന്നു. നമുക്കറിയാം എന്താണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ അതേ ചിതയിൽ ചാടി മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആചാരമല്ല, ദുരാചാരമായിരുന്നു സതി. അപ്പോൾ ഇത് നിർത്തലാക്കിയത് ലോർഡ് വില്യം ബെൻഡിക് പ്രഭുവാണ്. സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നത്. ക്ലിയർ? സതി നിർത്തലാക്കാൻ വേണ്ടി ഉത്തരവിട്ട വ്യക്തി അല്ലെങ്കിൽ നിർത്തലാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് ലോർഡ് വില്യം ബെൻഡിക് പ്രഭുവാണ്. അതാ ഇദ്ദേഹമാണ്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്, ദ സോഷ്യൽ റിഫോമർ ഹു പെർസ്യൂഡഡ് ലോർഡ് വില്യം ബെൻഡിക് ടു പാസ് എ ലോ അഗൈൻസ്റ്റ് പ്രാക്ടീസ് ഓഫ് സതി. സതി നിർത്തലാക്കാൻ വേണ്ടി വില്യം ബെൻഡിക് പ്രഭുവിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ക്ലിയർ ആണ്. എന്നാടെ സതി നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1829 ഡിസംബർ 4 സതി എന്ന് പറയുന്ന ദുരാചാരം നിർത്തലാക്കുന്നത്. 1829 ഡിസംബർ 4. ആരാണ് സതി നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ പറയുക ആരാണ്? ലോർഡ് വില്യം ബെൻഡിക്കാണ്. ഇതിന് കാരണക്കാരനായ സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. ക്ലിയർ അല്ലേ? പോയിന്റുകൾ ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ പെട്ടെന്ന്. സെറ്റാണേ? ഇതാ അടുത്തതിലേക്ക് പോകുന്നു. ദ സോഷ്യൽ റിഫോമർ ഹു അഡ്വക്കേറ്റഡ് ഫോർ ദ, ശ്രദ്ധിച്ചോണേ, റൈറ്റ് ഓഫ് വുമൻസ് ടു ഓൺ പ്രോപ്പർട്ടി ഇൻ ഓർഡർ ടു എലിവേറ്റ് ദെയർ സ്റ്റാറ്റസ്. സ്ത്രീകളുടെ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് സ്വത്തിന് മേൽ സ്ത്രീകൾക്ക് അവകാശം വേണം എന്ന് വാദിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. പോയിന്റുകൾ മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സോഷ്യൽ റിഫോമർ ഹു അഡ്വക്കേറ്റഡ് ദ റൈറ്റ് ഓഫ് വുമൺ ടു ഓൺ പ്രോപ്പർട്ടി ഇൻ ഓർഡർ ടു എലിവേറ്റ് ദെയർ സ്റ്റാറ്റസ്. സമൂഹത്തിൽ സ്ത്രീകൾ വളരെയധികം
എന്താണ് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സ്ത്രീകൾക്ക് സമൂഹത്തിലൊരു വില ഉണ്ടാകണമെങ്കിൽ സ്വത്തിന് മേൽ അവർക്ക് എന്ത് വേണം? അവകാശം കൊടുക്കണം. സ്വത്തുള്ളവരെയാണ് എല്ലാ കാലത്തും ആളുകൾ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നത്, വില കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കേണ്ട സ്വത്താണ് ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാംസ്. ലിസ്റ്റിൽ ആദ്യം വരിക, ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാം പാസ്സായി ജോലിയിൽ കയറിയാൽ നിങ്ങൾക്കും കിട്ടും എന്ത്? നല്ലൊരു സ്റ്റാറ്റസ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുക. രാജാറാം മോഹൻ റോയ് എന്ത് പറഞ്ഞു? സ്ത്രീകൾക്ക് സ്വത്തിന് മേലെ അവകാശം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സമൂഹത്ത് അവർക്കുള്ള വില ഉയർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുക. രാജാറാം മോഹൻ റോയ് വാസ് ദ ഫസ്റ്റ് ടു പോയിന്റ് ഔട്ട് ദ നീഡ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. 2 പോയിന്റ് ക്ലിയർ അല്ലേടാ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യക്ക് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമെന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് പോയിന്റ് ഇട്ട വ്യക്തി ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. നോക്കിക്കൊള്ളുക. അടുത്ത നല്ലൊരു പോയിന്റാണ് വജ്രസൂചി. വജ്രസൂചി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ പ്ലേ ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം ട്രാൻസ്ലേറ്റ് ഇൻ ടു ബംഗാളി ബൈ രാജാറാം മോഹൻ റോയ്. വജ്രസൂചി എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്ത ഒരു ഡ്രാമയാണ്. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നാടകം എന്നാണ് അർത്ഥം. നാടകം, ഡ്രാമ, അല്ലെങ്കിൽ അതിനെയാണ് പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടകമാണ്. ഈ നാടകത്തെ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ബംഗാളി ബൈ രാജാറാം മോഹൻ. രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യുന്നു? ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നാടകത്തിൻ്റെ പേരാണ് വജ്രസൂചിക. ആ നാടകത്തിൽ എന്തിനെയാണ് എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ കാസ്റ്റ് സിസ്റ്റത്തെയാണ്. പറന്നു പോകരുത് വജ്രസൂചി. വജ്രസൂചി ഈസ് എ ഡ്രാമ അല്ലെങ്കിൽ പ്ലേ. അത് ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അടുത്ത് നോക്കുക. ദ സോഷ്യൽ റിഫോമർ ഹു പബ്ലിഷ്ഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വേദാസ് ആൻഡ് 5 ഇമ്പോർട്ടൻറ്റ് ഉപനിഷസ് ഇൻ ബംഗാളി. വേദങ്ങളെയും 5 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെയും, വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ട്രാൻസ്ലേഷൻ ഓഫ് വേദാസ് ആൻഡ് 5 ഇമ്പോർട്ടൻറ്റ് ഉപനിഷത്ത് ഇൻ ബംഗാളി. 5 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെയും വേദങ്ങളെയും ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആര് തന്നെ? രാജാറാം മോഹൻ റോയ് തന്നെ. ബയോഗ്രഫർ ഓഫ് രാജാറാം മോഹൻ റോയ് മേരി കാർപ്പൻ്റർ. ഈ രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മേരി കാർപ്പൻ്റർ. ബയോഗ്രഫർ ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മേരി കാർപ്പൻ്റർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അടുത്ത നോക്കുക. ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ഇൻ ടു ബംഗാളി. ഭഗവത്ഗീത ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീത ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. മേജർ കോളേജ് സ്റ്റാർട്ട് ബൈ രാജാറാം മോഹൻ റോയ്. അദ്ദേഹം തുടങ്ങിയ 2 കോളേജുകളാണെന്ന് നമ്മൾ പഠിച്ചു. മറ്റേത് ഹിന്ദു കോളേജും പിന്നെ വേദാന്ത കോളേജും. വേദാന്ത കോളേജ് നമ്മൾ പഠിച്ചു, ഹിന്ദു കോളേജ്. അപ്പോൾ ഹിന്ദു കോളേജും വേദാന്ത കോളേജും ആരംഭിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വജ്രസൂചി എന്ന് പറയുന്ന ഒരു ഡ്രാമ കാസ്റ്റിസത്തെ എതിർക്കുന്ന ഒരു ഡ്രാമയാണ്. ആ ഡ്രാമയെ ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. ഇദ്ദേഹമാണ് വേദങ്ങളെയും 5 ഉപനിഷത്തുകളെയും ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇദ്ദേഹം ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇദ്ദേഹം ആരംഭിച്ച കോളേജുകളാണ് ഏതൊക്കെ? ഹിന്ദു കോളേജും വേദാന്ത കോളേജും. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മേരി കാർപ്പൻ്റർ. ഓക്കെയാണേ? പോയിന്റുകളൊക്കെ ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ ആണോ? നോക്കുക, അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ടഡ് എ ന്യൂസ് പേപ്പർ ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിറാത്ത് ഉൾ അക്ബർ എന്ന് പറയുന്ന പത്രം ആരംഭിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ഏത് ഭാഷയിലാണ് ഇത് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. 1822 ഇത് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 1822. അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് പബ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ഇൻ ബംഗാളി ബൈ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ സ്റ്റാർട്ട് ചെയ്ത പീരിയോഡിക് പബ്ലിക്കേഷനാണ് ബംഗദൂത്. പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, ബംഗാളി ഭാഷ ബംഗദൂത്. സ്റ്റാർട്ട് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. വർഷം
1829. രണ്ടെണ്ണം ക്ലിയർ ആയേ. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരെന്ന് പറഞ്ഞേ മിറാത്ത് ഉൾ അക്ബർ. ഓക്കെ, അടുത്തത് അദ്ദേഹം ആരംഭിച്ച ബംഗാളി ഭാഷ ആരംഭിച്ച പബ്ലിക്കേഷൻ ഏതാ? ബംഗാളി ഭാഷയിൽ ബംഗദൂത്. വർഷം എന്നാണ് 1829. രണ്ടെണ്ണം ക്ലിയർ അല്ലേ? ഇത് അടുത്ത് നോക്കുക. സോഷ്യൽ റിഫോമർ നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ. ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ പോയിന്റ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അർണോസ് വാലേ സെമിത്തേരിയം ബ്രിസ്റ്റോളിലാണ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ബ്രിസ്റ്റോളിലെ അർണോസ് വാലേ സെമിത്തേരിയം. അർണോസ് വാലേ ശ്മശാനത്തിലാണ് രാജാറാം മോഹൻ റോയി അടക്കം ചെയ്തത്. എവിടെയാണ്? ബ്രിസ്റ്റോളിലാണ്. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. അദ്ദേഹം മരിച്ചത് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണ്. അടക്കിയിരിക്കുന്ന സെമിത്തേരിയത്തിന്റെ പേര് ചോദിച്ചാൽ പറയുക അർണോസ് വാലേ സെമിത്തേരിയം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്ത് നോക്കുക. ധർമ്മസഭ വാസ് എ ഫിലോസഫിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ രാധാകാന്ത് ദേവ്. രാധാകാന്ത് ദേവ് എന്ന് പറയുന്ന വ്യക്തി ആരംഭിച്ച ഒരു ഫിലോസഫിക്കൽ ഓർഗനൈസേഷനാണ് ധർമ്മസഭ. ഓക്കെ, എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻ ഒപ്പോസിഷൻ ടു ദ ഐഡിയാസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർക്കാൻ വേണ്ടി ധർമ്മസഭ എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് രാധാകാന്ത് ദേവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു പോയിന്റ് ആണ്, ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. രാധാകാന്ത് ദേവ് ആണ് എന്ത് ആരംഭിച്ചത്? ധർമ്മസഭ എന്ത് ചെയ്തു? രാജാറാം മോഹൻ റോയിയുടെ ഐഡിയകളെയൊക്കെ ഒപ്പോസ് ചെയ്തു. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് വിളിക്കുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് പ്രൊഫൻഡ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിമാര് തന്നെയാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാജ് നാരായൺ ബോസ് ആണ്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണേ, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം നമ്മൾ പഠിച്ചു രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പ്രവാചകൻ, പ്രൊഫൻഡ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറഞ്ഞാൽ അതുമാര് തന്നെ, രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി അത് രാജ് നാരായൺ ബോസ് ആണ്. ഗ്രാൻഡ് ഫാദർ പിതാമഹൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ്. ഓക്കെ, ആ മൂന്നെണ്ണം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ രാജാറാം മോഹൻ റോയ് അല്ലാതെ രാജ് നാരായൺ ബോസ് എന്നൊരാളെ പറ്റി പഠിക്കുന്നുണ്ട്. അദ്ദേഹം ആരാണ്? ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഗ്രാൻഡ് ഫാദർ. എങ്കിൽ ആരായിരുന്നു? രാധാകാന്ത് ദേവ്. ധർമ്മസഭ ആരംഭിച്ച വ്യക്തി. ധർമ്മസഭ എന്ന് പറഞ്ഞാൽ രാജാറാം മോഹൻ റോയിയുടെ ഐഡിയകളെ എതിർക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ധർമ്മസഭ. ക്ലിയർ അല്ലേ പോയിന്റുകൾ? കുറച്ചൊന്ന് തിരിഞ്ഞു പോകാനും ബുദ്ധിമുട്ട് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പോൾ രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്ന ചില വിശേഷണങ്ങളാണ്. രാജാറാം മോഹൻ റോയ് വെൽ നോൺ ആസ്, കുറച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്, കുറച്ചുകൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ഇതിനകത്തെല്ലാം നമുക്ക് ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, നോക്കിക്കോണേ. അദ്ദേഹം അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ്. ഇത് നോക്കി, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടും. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, ബംഗാൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഞാൻ കുറച്ചൊന്ന് സ്പീഡിന് പറഞ്ഞ് പോവുകയാണ്, കാര്യം നമ്മൾ ഇത് ഒക്കെ റിപ്പീറ്റഡ് പോയിന്റാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തത് നമ്മൾ പഠിച്ചു, രണ്ടാമത്തത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെയും ബംഗാൾ നവോത്ഥാനത്തിൻ്റെയും പിതാവ് രാജാറാം മോഹൻ റോയ്. അടുത്ത പോയിന്റ്, ദ ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിൽ വേണേ. നമ്മുടെ SCERTയുടെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി പറയാം. ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ മാൻ, ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, ദ ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ, ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ മാൻ, ഇത്രയും വിശേഷണങ്ങൾ രാജാറാം മോഹൻ റോയ്ക്കാണ്. ഇതിന് പുറമെ അടുത്തത് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസം, നമ്മൾ പഠിച്ചതാണേ. ഇത് നമ്മൾ പഠിച്ച പോയിന്റാണ്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഫൗണ്ടർ, നോട്ട് ഫാദർ, ഫൗണ്ടർ. ഓക്കെ, അടുത്തത് ദ ഫസ്റ്റ് റിനൈസൻസ് ഹീറോ ഓഫ് മോഡേൺ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ആദ്യത്തെ റിനൈസൻസ് ഹീറോ, നവോത്ഥാന നായകൻ,
റിനൈസൻസ് ഹീറോ ഓഫ് മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ നവോത്ഥാന നായകൻ, ആധുനിക ഇന്ത്യയുടെ ക്രിയേറ്റർ അദ്ദേഹമാണ്. ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹമാണ്. ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിസിറ്റ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. അത് നമ്മൾ പഠിച്ച പോയിന്റ്. അടുത്ത നോക്കിക്കേ, ദ റിനൈസൻസ് ഹീറോ ഹു സർവ്ഡ് ആസ് എ ക്ലർക്ക് അണ്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഒരു ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിച്ച റിനൈസൻസ് ലീഡറാണ് രാജാറാം മോഹൻ റോയ്. ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോംസ് പഠിച്ച പോയിന്റാ. ഇത് നമ്മൾ പഠിച്ചില്ലായിരുന്നു കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം, ആധുനിക ജേർണലിസത്തിൻ്റെ നായകൻ. ഓക്കെ, ആധുനിക ജേർണലിസത്തിൻ്റെ നായകനാണെന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തിമാര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ്. ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം. അടുത്തത് പ്രൊഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. പഠിച്ച പോയിന്റാണ്. നോൺ ആസ് ന്യൂ ഏജ് ഹീറോ, നവയുഗ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. നോൺ ആസ് ന്യൂ ഏജ് ഹീറോ. അടുത്തത് ലീഡർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്. പഠിച്ച പോയിന്റാണ്. ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ്, സാമൂഹികവും മതപരവുമായ റിഫോം മൂവ്മെന്റുകളുടെ ലീഡറായിരുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അടുത്തത് ദ ലീഡർ നോൺ ആസ് ദ ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം മിക്സഡ് കൾച്ചർ. ഇതും പഠിച്ച പോയിന്റാടെ. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ അദ്ദേഹം അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് നമുക്കതൊന്ന് നോക്കാം. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, രണ്ടും പഠിച്ചു വയ്ക്കുക. മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ, ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ മാൻ, ആധുനിക മനുഷ്യൻ. അതുപോലെ വേറൊന്നും നമ്മൾ പറഞ്ഞു, ദ ഫസ്റ്റ് റിനൈസൻസ് ഹീറോ ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്. ഒന്ന് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസം, പിന്നെ നമ്മൾ ഇപ്പുറത്ത് പഠിച്ച എന്താണ്? ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം. ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ക്ലർക്കായിരുന്നു. അതുപോലെ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലോട്ട് പോയ ഇന്ത്യക്കാരനുമാർ തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ്. പ്രൊഫൻഡ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. നോൺ ആസ് ന്യൂ ഏജ് ഹീറോ, നവയുഗ നായകൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റുകളുടെ ലീഡറായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. ഹിന്ദു മുസ്ലിം മിക്സഡ് കൾച്ചറിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു മേജർ വർക്ക് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, പ്രധാനപ്പെട്ട രചനകളാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട പത്രങ്ങൾ, പുസ്തകങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഒന്ന് നമ്മൾ പഠിച്ച തുഖ്ഫത്തുൽ ഉൽ മുജാഹിദീൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് ഒരുപാട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് രാജാറാം മോഹൻ റോയ് ആണ്. അത് പേർഷ്യൻ ഭാഷയാണ്. ഈ തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ അത് പേർഷ്യൻ ഭാഷയാണ്. അതിൻ്റെ അർത്ഥം എ ഗിഫ്റ്റ് ടു മോണോതെസിസ്റ്റ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന ബുക്ക് എഴുതിയതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രാജാറാം മോഹൻ റോയ് ആണ്. ഗിഫ്റ്റ് ടു മോണോതെസിസ്റ്റ് എന്ന് ചോദിച്ച രാജാറാം മോഹൻ റോയ് ആണ്. ബുക്കിൻ്റെ യഥാർത്ഥ പേര് തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ. മനസ്സിലായോ? ബുക്കിന്റെ പേര് തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ. അത് പേർഷ്യൻ ലാംഗ്വേജ് ആണ്. അതിന്റെ അർത്ഥം ഗിഫ്റ്റ് ടു മോണോതെസിസ്റ്റ് ആണ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. രാജാറാം മോഹൻ റോയുടെ പുസ്തകമാണ്. അടുത്തത് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസിന്റെ കൽപ്പനകൾ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസിന്റെ കൽപ്പനകൾ രാജാറാം റോഹിയുടെ പുസ്തകമാണ്. വേദാന്ത ഗ്രന്ഥം രാജാറാം മോഹന്റെ പുസ്തകമാണ്. വേദാന്ത ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണവും രാജാറാം മോഹൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. തുഖ്ഫത്തുൽ മുജാഹിദീൻ, പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, വേദാന്ത ഗ്രന്ഥം. ഇത് 3ഉം രാജാറാം മോഹൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇതിൽ ഈ ജീസസിന്റെ കൽപ്പനകളും തുഖ്ഫത്തുൽ മുജാഹിദീനും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. അടുത്ത് നോക്കുക, രാജാറാം മോഹൻ റോയ് റോട്ട് സെവറൽ ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഫോർ എൻലൈറ്റിംഗ് ദ പീപ്പിൾസ് ടു കൺവേ. രാജാറാം മോഹൻ റോയ് ഒരുപാട് ബുക്കുകളും അതുപോലെ ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻലൈറ്റ്മെൻറ്റ് ഓഫ് പീപ്പിൾസിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവാൻ, ഒരു ബോധോദയം ഉണ്ടാകാൻ വേണ്ടിയിട്ട്
അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിനകത്തുള്ള ശ്രമിച്ച കാര്യങ്ങൾ, അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്, സാമൂഹികവും മതപരമായിട്ടുള്ള റിഫോംസിൻ്റെ ആവശ്യം, പരിവർത്തനത്തിൻ്റെ ആവശ്യം. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ ഔട്ട്പുട്ട്, ദേശീയ വീക്ഷണത്തിൻ്റെ വികസനം അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടിൻ്റെ വികസനം. അടുത്തത് ക്രിയേറ്റ് ഗ്രീവൻസസ് ഓഫ് പീപ്പിൾസ് ടു ലുക്ക്ഡ് ഇൻടു ബൈ ഗവൺമെൻറ് പരിഹരിക്കേണ്ട ജനങ്ങളുടെ പരാതികളെ പറ്റി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ജനങ്ങളെ കൺവേ ചെയ്യാൻ രാജാറാം മോഹൻ റോയിയുടെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ അതാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സിമ്പിൾ പോയിന്റുകളാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. ഹൂ ഡിസ്കവർ രാജാറാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയെ ചില ആളുകൾ ചില പേരുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. പഠിച്ച പോയിന്റാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ ദേശീയതയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത് അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ. അപ്പോൾ അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ, മത നവീകരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്നത്, മതനവീകരണത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിന് അപ്പോൾ അവിടെ 3 ക്വസ്റ്റ്യൻ കിട്ടും. ഒന്ന്, ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. ക്ലിയർ ആണേ? അടുത്ത് നോക്കുക, ദ ഫസ്റ്റ് റിസർച്ചർ ടു സ്റ്റഡി റിലീജിയൻ ആൻഡ് കമ്പാരിസൺ. ദ ഫസ്റ്റ് റിസർച്ചർ ടു സ്റ്റഡി റിലീജിയൻസ് ഇൻ കമ്പാരിസൺ, മതങ്ങളെ ആദ്യമായി താരതമ്യം ചെയ്ത് പഠിച്ച റിസർച്ചർ, പണ്ഡിതൻ അല്ലെങ്കിൽ അന്വേഷകൻ എന്നൊക്കെ രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് മോണിയർ വില്യംസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മോണിയർ വില്യംസ്. അപ്പോൾ മോണിയർ വില്യംസ് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് ദ ഫസ്റ്റ് റിസർച്ചർ ടു സ്റ്റഡി റിലീജിയൻ ഇൻ കമ്പാരിസൺ, മതങ്ങളെ ആദ്യമായി താരതമ്യം ചെയ്ത് പഠിച്ച റിസർച്ചർ എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് മോണിയർ വില്യംസ് ആണ്. അടുത്ത് നോക്കുക, It was said that രാജാറാം മോഹൻ റോയ് ഇനാഗുറേറ്റഡ് മോഡേൺ ഇറ ഓഫ് ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ കാലഘട്ടം ഇനാഗുറേറ്റ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഓക്കെയാണേ? അപ്പോൾ നോക്കുക, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, ആധുനിക ഇന്ത്യയുടെ പുതിയ കാലഘട്ടം ഇനാഗുറേറ്റ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് എന്ന് പറഞ്ഞതും ടാഗോറാണ്. ഈ മോണിയർ വില്യംസ് എന്നാ പറഞ്ഞത് ദ ഫസ്റ്റ് റിസർച്ചേഴ്സ് ടു സ്റ്റഡി റിലീജിയൻസ് ഇൻ കമ്പാരിസൺ എന്ന് പറഞ്ഞത് മോണിയർ വില്യംസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് എന്നു പറഞ്ഞു അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ, റിഫോർമേഷന്റെ അപ്പോസ്തലൻ എന്ന് വിളിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ക്ലിയർ ആണ്? അടുത്തത് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCERT പുസ്തകത്തിൽ തന്നിരിക്കുന്ന കുറച്ച് ഫാക്റ്റുകളാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇതിനകത്ത് കയറി വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ ആൾ രാജാറാം മോഹൻ റോയാണ്. അപ്പോൾ നോക്കിക്കേ, ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ ആൾ രാജാറാം മോഹൻ റോയ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് നോക്കുക, ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. അപ്പോൾ ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും അദ്ദേഹം എന്ത് ചെയ്തു? ശക്തമായി എതിർത്ത് അദ്ദേഹം ബംഗാളിൽ സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. ഓക്കെ, ബ്രഹ്മസമാജം. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. എന്തിനു വേണ്ടി? ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. ഓക്കെ, വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതാണ് അദ്ദേഹം. ഇപ്പം നോക്കിക്കേ, ഒരൊറ്റ ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ നോക്കിക്കേ, പുതിയൊരു ഇന്ത്യ വേണം അല്ലേ? അപ്പോൾ അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളർത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. ഓക്കെ, അങ്ങനെ രാഷ്ട്രത്തിന്റെ സാമൂഹിക പരിഷ്കരണ ലക്ഷ്യം, അതായത് ശരിക്കും നോക്കിക്കേ,
ഇന്ത്യയിൽ ഒരുപാട് ജാതികളും അതുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറിയിട്ട് ഒരു ഒറ്റ ഇന്ത്യ വേണം, പുതിയ ഇന്ത്യ വേണം എന്നാണ് രാജാറാം മോഹൻ റോയ് വിചാരിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നത് ആധുനിക ഇന്ത്യയുടെ പിതാവെന്നും നവയുഗ നായകനെന്നും പുതിയ ആധുനിക ഇന്ത്യ ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തി എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? മനസ്സിലാവുമല്ലോ. നോക്കിക്കേ, അടുത്തത് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ പഠിച്ച പോയിന്റാടെ, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് സ്വത്തിന് മേൽ അവർക്ക് അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നമ്മൾ പഠിച്ച പോയിന്റാണ്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചു. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ ഈ പ്രവർത്തനത്തെ തുടർന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വാദിച്ചു. അതിന് ഉദാഹരണങ്ങളാണതാ. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ രാജാറാം മോഹൻ്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ബംഗാളിലെ പ്രവർത്തനം ആരംഭിച്ച, വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയുടെ പേരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. എവിടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ ബംഗാളിൽ. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ട് 1856 ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കി. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ട് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കി. അതായത് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? പുനർവിവാഹം കഴിക്കാനുള്ള നിയമം പാസ്സാക്കി. ഇതിന് കാരണമായത് ആരുടെ പ്രവർത്തനങ്ങളാണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഈ പറയുന്ന ബംഗാളിൽ വിധവകൾക്ക് വേണ്ടി വാദിച്ചതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് മാറ്റമുണ്ടായി, ഇന്ത്യ ഒരു പുതിയ ഇന്ത്യയായിട്ട് മാറുക എന്നുള്ളതായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സാധനം നന്നായിട്ട് വൃത്തിയായിട്ട് ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക. പോയിന്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പക്ഷേ SCERTയിലുള്ള ആ സെന്റൻസ് അതേപോലെ കോപ്പി റൈറ്റ് ചെയ്ത് PSC ചോദിക്കും. ഓക്കെ, ബാക്കി നോക്കുക അതിൻ്റെ. അപ്പോൾ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായി ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സഭ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സംഘടന ശാരദാ സദൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട്. അപ്പോൾ വിധവകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായിട്ട് പണ്ഡിത രമാഭായി ആരംഭിച്ച സംഘടനയാണ് ശാരദാ സദൻ. അപ്പോൾ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിത രമാഭായി ആണ്. ഈ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൽ നേതൃത്വം നൽകിയ വ്യക്തികളുടെയും പട്ടിക താഴെ തന്നിട്ടുണ്ട്. ആ പട്ടിക നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ എല്ലാ ആളുകളെയും പഠിച്ചിട്ട് എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളും അവർക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ പട്ടികയുമാണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് NCERT പുസ്തകത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ശരിക്കും രാജാറാം മോഹൻ്റെ പ്രവർത്തനങ്ങളാണ് ഒരു പുതിയ ഇന്ത്യ ഉണ്ടായി വരാനായിട്ട് കാരണമായത്, അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ നവയുഗ നായകൻ, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? പണ്ഡിത രമാഭായി ആണ് ശാരദാ സദൻ ആരംഭിച്ചത്. എവിടെയാണ്? ബോംബെയിൽ. എന്തിനു വേണ്ടിയിട്ട്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ട് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സായി. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കുക, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റാണ്. നമ്മൾ പഠിച്ച പോയിന്റാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് റിനൈസൻസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യയിലെ റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അത് MG റാനഡെയാണ്. മറന്നു പോകരുത്. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്, വെസ്റ്റേൺ ഇന്ത്യയുടെ റിനൈസൻസിന്റെ പിതാവ് MG റാനഡെ. എങ്കിൽ ദ ബർത്ത് പ്ലേസ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ബർത്ത് പ്ലേസ് വെസ്റ്റ് ബംഗാൾ. ദ ബർത്ത് പ്ലേസ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് വെസ്റ്റ് ബംഗാൾ ആണ്. എങ്കിൽ ദ റിനൈസൻസ് ഹീറോ നോൺ ആസ് ലിയനാർഡോ ഡാവിഞ്ചി.
ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ്. തിരിഞ്ഞു പോകരുത്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യൻ റിനൈസൻസിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. വെസ്റ്റേൺ ഇന്ത്യ ആണെങ്കിൽ ആരാടെ പറഞ്ഞേ? MG റാനഡയാണ്. എങ്കിൽ ഇന്ത്യൻ റിനൈസൻസിൻ്റെ ബെർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, വെസ്റ്റ് ബംഗാളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? രവീന്ദ്രനാഥ ടാഗോർ. ക്ലിയർ ആയോ? ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഇയർ ആണ് ഇത്. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു, കാര്യം നമ്മൾ പഠിച്ചതാണ്. ഇദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ച വർഷം 1815. ഈ ആത്മീയ സഭയുടെ പ്രത്യേകത ദ ഫസ്റ്റ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടായിട്ട് വന്ന ആദ്യത്തെ മതനവീകരണ പ്രസ്ഥാനമാണ് ആത്മീയ സഭ. ഫസ്റ്റ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ആത്മീയ സഭ ആരംഭിച്ച വർഷം 1815. തുടങ്ങിയ വ്യക്തിയുടെ പേര് രാജാറാം മോഹൻ റോയ്. അടുത്തത് ഇപ്പോൾ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത് 1814. അടുത്ത് വേദാന്ത കോളേജ് നമ്മൾ പഠിച്ചതാണ്. വേദാന്ത കോളേജ് 1825. അപ്പോൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച 2 കോളേജുകൾ, 1817 ഹിന്ദു കോളേജ്, 1825 വേദാന്ത കോളേജ്. ബ്രഹ്മസഭ സ്ഥാപിച്ചത്, ബ്രഹ്മസഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മസഭ സ്ഥാപിച്ചത് 1828. സതി നിരോധിച്ച വർഷം തൊട്ടടുത്ത വർഷം 1829. അത് കഴിഞ്ഞുള്ള വർഷം 1830 ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേര് സ്വീകരിച്ചു. ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേര് സ്വീകരിച്ചത് 1830. അപ്പോൾ 3 വർഷവും അടുത്തടുത്ത് അങ്ങ് പഠിച്ചു വയ്ക്കുക. 28 ബ്രഹ്മസഭ, 29 സതി നിരോധിച്ചു, 30 അത് ബ്രഹ്മസമാജമായിട്ട് മാറി. ഇതേ 30 തന്നെ അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? മിഷണറി സ്കൂൾ സ്ഥാപിച്ചു. 1830 മിഷണറി സ്കൂൾ സ്ഥാപിച്ചു. 1839 തത്വബോധിനി സഭ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് പഠിക്കാം. തത്വബോധിനി സഭ സ്ഥാപിച്ചത് 1839. അത് സ്ഥാപിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് അല്ല, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു വർഷമാണ്. നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ അത് പഠിക്കും. ഓക്കെ. ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് 1867. ഇത് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് അല്ല. രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്നത് ബ്രഹ്മസഭയാണ്. അത് പിന്നീട് ബ്രഹ്മസമാജമാകും. അത് പിന്നീട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഈ ഭാരതീയ ബ്രഹ്മസമാജമാകുന്നത്. നമ്മൾ അടുത്തിൽ പഠിക്കും. നിങ്ങളിപ്പോൾ ഇയർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മിഷണറി സ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഓക്കെ വർഷങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ. ആത്മീയസഭ 1815, ഹിന്ദു കോളേജ് 17, വേദാന്ത കോളേജ് 25, 28 ബ്രഹ്മസഭ, 29 സതി നിരോധിക്കുന്നു, 30 ബ്രഹ്മസമാജം എന്ന പേര് സ്വീകരിക്കുന്നു, 30 തന്നെ മിഷണറി സ്കൂൾ സ്ഥാപിക്കുന്നു, 39 തത്വബോധിനി സഭ സ്ഥാപിക്കുന്നു, ഭാരതീയ ബ്രഹ്മസമാജം 1867. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നു. തത്വബോധിനി സഭ 1839. തത്വബോധിനി സഭ ഈസ് ആൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജാറാം മോഹൻ റോയ് അല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ രാജാറാം മോഹൻ റോയ്ക്ക് തത്വബോധിനി സഭയുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തത് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയ ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ഐഡിയകളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് തത്വബോധിനി സഭ 1837. 1839 തത്വബോധിനി സഭ സ്ഥാപിച്ച വ്യക്തി ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ക്ലിയർ ആയേ? രാജാറാം മോഹൻ റോയുടെ ഐഡിയകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സംഘടനയാണ് തത്വബോധിനി സഭ 1837. ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം, മാസം, തീയതി 1839 ഒക്ടോബർ 6 ആണ്. 1839 ഒക്ടോബർ 6 തത്വബോധിനി സഭ സ്ഥാപിച്ചു. ദ മൗത്ത് പീസ് ഓഫ് തത്വബോധിനി സഭ തത്വബോധിനി പത്രിക എന്നാണ്. തത്വബോധിനി സഭയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് തത്വബോധിനി പത്രിക. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1859. ഓക്കെ, തത്വബോധിനി സഭയുടെ മുഖപത്രമാണ് തത്വബോധിനി പത്രിക. അടുത്തത് ഇൻ 1859 തത്വബോധിനി സഭ മെർജ്ഡ് വിത്ത് ബ്രഹ്മസമാജം. തത്വബോധിനി സഭ എന്ത് ചെയ്യുന്നു? ബ്രഹ്മസമാജവുമായിട്ട്
മെർജ് ചെയ്യുന്നു. 1859 ഈ തത്വബോധിനി സഭ ബ്രഹ്മസമാജവുമായിട്ട് ബന്ധ് ചെയ്യുന്നു. അപ്പോൾ 1839 തത്വബോധിനി സഭ സ്ഥാപിക്കപ്പെടുന്നു. ദേവേന്ദ്രനാഥ ടാഗോറാണ് സ്ഥാപിക്കുന്നത്. രാജാറാം മോഹൻ റോയുടെ ഐഡിയകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് 1839 ഒക്ടോബർ 6 ഇതിൻ്റെ മൗത്ത് പീസ് എന്ന് പറയുന്നത് തത്വബോധിനി പത്രികയാണ്. 1859 ഇത് ബ്രഹ്മസമാജവുമായിട്ട് മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു അദ്ദേഹം സ്ഥാപിച്ച ബ്രഹ്മസമാജം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം നമ്മൾ പഠിച്ചു 1828. ഫൗണ്ടർ ആരാടെ? രാജാറാം മോഹൻ റോയാണ്. ഇത് തുടങ്ങിയ വർഷം മാസം തീയതി 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസഭ ആരംഭിച്ചത് 1828 ആഗസ്റ്റ് 20. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20. ഇത് തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ പേര് ബ്രഹ്മസഭ. അതായത് 1828 ഓഗസ്റ്റ് 20 ആരംഭിക്കുമ്പോൾ രാജാറാം മോഹൻ റോയ് ഇതിന് കൊടുത്ത പേര് ബ്രഹ്മസഭ എന്നാണ്. ഇത് പിന്നീട് ബ്രഹ്മസമാജമായി മാറുന്നു. ആ വർഷങ്ങളാണ് കുറച്ച് മുമ്പ് പഠിച്ചത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൽക്കത്തയിൽ തന്നെയാണ്. കൽക്കത്തയിലായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസ്ഥാനം എന്ന് പറയുന്നത്. ഇൻ 1830 ബ്രഹ്മസഭ ബിഗാൻ ടു നോൺ ആസ് ബ്രഹ്മസമാജം. 1830 തൊട്ടാണ് ബ്രഹ്മസഭ എന്ന പേരിൽ തുടങ്ങിയ സംഘടന ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ക്ലിയർ അല്ലേ? രാജാറാം മോഹൻ റോയ് 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസഭ സ്റ്റാർട്ട് ചെയ്യുന്നു. കൊൽക്കത്ത ആസ്ഥാനമാക്കി. ഇത് 30 തൊട്ട് ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, നോക്കുക. ദ പബ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ബൈ ദ പ്രൊമോഷൻ ഓഫ് ബ്രഹ്മസഭ. ഈ ബ്രഹ്മസഭയുടെ അല്ലെങ്കിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് തുടങ്ങിയ പബ്ലിക്കേഷനാണ് സംവാദ് കൗമുദി. 1821 ആരംഭിക്കുന്നതാണ് സംവാദ് കൗമുദി. എന്തിനു വേണ്ടിയിട്ടാണ് സംവാദ് കൗമുദി ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പബ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ഫോർ ദ പ്രമോഷൻ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തുടങ്ങിയ പബ്ലിക്കേഷനാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി 21 തൊട്ട് എന്ത് ആരംഭിക്കുന്നു? അതിൻ്റെ പബ്ലിക്കേഷൻ ആരംഭിക്കുന്നു. സംവാദ് കൗമുദി ക്ലിയർ ആണേ? ബ്രഹ്മസമാജത്തിൻ്റെ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആരംഭിച്ച പബ്ലിക്കേഷനാണ് സംവാദ് കൗമുദി. ഈ സംവാദ് കൗമുദിയുടെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്ന വ്യക്തി ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ ഇതൊരു ബംഗാളി ന്യൂസ് പേപ്പറാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംവാദ് കൗമുദി എന്ന് പറയുന്ന ബംഗാളി ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ ആര് തന്നെ? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മസമാജത്തിൻ്റെ പബ്ലിക്കേഷൻ അല്ല അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത്. ഓക്കെ, അടുത്തത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ മരിച്ച ശേഷം ദ ബ്രഹ്മസഭ വാസ് ലേഡ് ബൈ ദേവേന്ദ്രനാഥ് ടാഗോർ ആൻഡ് കേശവചന്ദ്ര സെൻ. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ബ്രഹ്മസമാജം നയിച്ചു കൊണ്ടുപോയ വ്യക്തികളാണ് ദേവേന്ദ്രനാഥ് ടാഗോറും കേശവചന്ദ്ര സെനും. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തെ നയിച്ച വ്യക്തികൾ ദേവേന്ദ്രനാഥ് ടാഗോറും കേശവചന്ദ്ര സെന്നുമാണ്. ഈ ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും രണ്ടായി പിരിഞ്ഞ വർഷം 1866. ഓക്കെ, ക്ലിയർ ആണേ? ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1866 ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജം ഒന്നും ഭാരതീയ ബ്രഹ്മസമാജം ഒന്നും രണ്ടായിട്ട് പിരിയുന്നു. അപ്പോൾ ആദ്യം 1828 ബ്രഹ്മസഭ, 1830 ബ്രഹ്മസമാജമായി, 1866 അത് രണ്ടായിട്ട് പിരിഞ്ഞു, ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ഓക്കെ, അതിനകത്ത് നമ്മുടെ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ദേവേന്ദ്രനാഥ ടാഗോർ. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് കേശവചന്ദ്ര സെന്നുമാണേ. ഈ ഭാരതീയ ബ്രഹ്മസമാജമാണ് ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്ര സെന്നുമാണ്. ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന ഒരു ബുക്ക് ഈസ് എ വർക്ക് റിട്ടൺ ബൈ ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോർ എഴുതിയൊരു ബുക്കാണ് ബ്രഹ്മധർമ്മ എന്ന് പറയുന്നത്. ഔട്ട്ലൈനിങ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്ന ബുക്കാണ് ബ്രഹ്മധർമ്മ. ഈ ബ്രഹ്മധർമ്മ എഴുതിയത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ദേവേന്ദ്രനാഥ് ടാഗോർ ഏത് ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കേശവചന്ദ്ര സെൻ എന്ന് പറയുന്നത്. ദ ഇയർ കേശവചന്ദ്ര സെൻ ജോയിൻഡ് ബ്രഹ്മസമാജം. കേശവചന്ദ്ര സെൻ ബ്രഹ്മസമാജത്തിൽ ജോയിൻ ചെയ്ത വർഷം 1857 അവിടെ നോക്കുകയും 1857 കേശവചന്ദ്ര സെൻ ബ്രഹ്മസമാജത്തിൽ ജോയിൻ ചെയ്യുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് 66 ഇത് സ്പ്ലിറ്റായി ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും രണ്ടാകുന്നു. അതിൽ ആദ്യ ബ്രഹ്മസമാജത്തിനെ ദേവേന്ദ്രനാഥ് ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിനെ കേശവചന്ദ്ര സെന്നും നയിച്ചുകൊണ്ട് പോകുന്നു. ശേഷം ദ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് ഇന്ത്യൻ ബ്രഹ്മസമാജ്. ഈ കേശവചന്ദ്ര സെൻ നയിച്ച ഭാരതീയ ബ്രഹ്മസമാജം, ഈ ഭാരതീയ ബ്രഹ്മസമാജം തന്നെയാണ് ഇന്ത്യൻ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അത് പിന്നെയും സ്പ്ലിറ്റായി ഓർഡിനറി ബ്രഹ്മസമാജം ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആവൂ? ആദ്യം ബ്രഹ്മസഭ, പിന്നെ അടുത്ത് ബ്രഹ്മസമാജമായി, പിന്നെ അത് സ്പ്ലിറ്റായിട്ട് ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി. അതിൽ ഭാരതീയ ബ്രഹ്മസമാജം പിന്നെയും സ്പ്ലിറ്റായി ഓർഡിനറി ബ്രഹ്മസമാജം ഫോം ചെയ്തു വരുന്നു. ദ ഓർഡിനറി ബ്രഹ്മസമാജം, ദ ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ഇൻ 1878. ഓർഡിനറി ബ്രഹ്മസമാജം തുടങ്ങിയത് 1878 ദ ജനറൽ ബ്രഹ്മസമാജം വാസ് ലേഡ് ബൈ ആനന്ദ മോഹൻ ബോസ്. ഈ ഇന്ത്യൻ ബ്രഹ്മസമാജം സ്പ്ലിറ്റായി തുടങ്ങിയ ഓർഡിനറി ബ്രഹ്മസമാജം അല്ലെങ്കിൽ സാധാ ബ്രഹ്മസമാജം, ജനറൽ ബ്രഹ്മസമാജത്തിന് നയിച്ചു കൊണ്ടുപോയ വ്യക്തി ആനന്ദമോഹൻ ബോസ്. ആനന്ദമോഹൻ ബോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് സാധാരണ ബ്രഹ്മസമാജം, ഓർഡിനറി ബ്രഹ്മസമാജത്തെ നയിച്ചുകൊണ്ട് പോയത്. 1878 ഇത് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ബ്രഹ്മധർമ്മം എഴുതിയത് ആരാന്നൊക്കെ അറിയാമല്ലോ. ദ സോഷ്യോ റിലീജിയസ് റിഫോംസ് ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ സോഷ്യോ റിലീജിയസ് റിഫോംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അബോളിഷൻ ഓഫ് സതി നിർത്തലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. നമ്മൾ ആ SCERT കണ്ട കാര്യങ്ങളാണ്. ദ ബ്രഹ്മസമാജം സ്റ്റാർവ്ഡ് ടു ഇറാഡിക്കേറ്റ് ചൈൽഡ് മാരേജ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രഹ്മസമാജം ശ്രമിച്ചു. അഡ്വക്കേറ്റ് ഫോർ ഏജ് അപ്രോപ്രിയേറ്റ് മാരേജ്, വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രായപൂർത്തിയായ ശേഷമുള്ള വിവാഹം, പ്രായമായ ശേഷമുള്ള കല്യാണത്തിനെ അങ്ങനെ വിവാഹം നടക്കണമെന്ന് അഡ്വക്കേറ്റ് ചെയ്തു. അടുത്തത്, എംപതൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അതുപോലെ സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൂടുതലായിട്ട് ശ്രമങ്ങൾ നടത്തി. ഇതൊക്കെയാണ് നമ്മുടെ ബ്രഹ്മസമാജത്തിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രഹ്മസമാജം കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് ഈ പറയുന്നത്. ഇറ്റ് സെക്യൂർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് വിഡോസ് ഇൻ മാരേജ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസ്. വിവാഹത്തിലും സോഷ്യൽ പ്രാക്ടീസ്, പാർട്ടിസിപ്പേഷൻ, സമൂഹത്തിലുള്ള പരിഗണനയ്ക്കും സമൂഹത്തിലുള്ള പങ്കാളിത്തത്തിനുമൊക്കെ സ്ത്രീകൾക്ക്, വിധവകൾക്ക്, പ്രധാനമായിട്ടും വിധവകൾക്ക് ഈക്വലായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മസമാജത്തിലൂടെ ശ്രമിച്ചു. ബ്രഹ്മസമാജത്തിന് കഴിഞ്ഞു. ഓക്കെ, ഒരിക്കൽ അടുത്തത്, ദ ബ്രഹ്മസമാജം അഡ്വക്കേറ്റ് ഫോർ ഈക്വൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ തൊഴിലവസരങ്ങളും നൽകാൻ വേണ്ടിയിട്ട് ബ്രഹ്മസമാജം വാദിച്ചു. ബ്രഹ്മസമാജത്തിന്റെ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ആണ്. അടുത്തത്, ബ്രഹ്മസമാജം ഇൻസ്പയർഡ് സെവറൽ അതർ റിഫോം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ സച്ച് ദാറ്റ് പ്രാർത്ഥനാ സമാജം ആൻഡ് ആര്യ സമാജം. പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം പോലെയുള്ള ഒരുപാട് സോഷ്യൽ റിഫോംസ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ട് വരാൻ ഈ ബ്രഹ്മസമാജം കാരണമായി, അല്ലെങ്കിൽ ബ്രഹ്മസമാജത്തിന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ വേറെ ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ ഫോം ചെയ്തതിന് ഉദാഹരണങ്ങളാണ് പ്രാർത്ഥനാ സമാജവും ആര്യ സമാജവും. ഓക്കെ, അപ്പോൾ ബ്രഹ്മസമാജം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച കാര്യങ്ങളാണ്. ഒന്ന്, സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ചു. പിന്നെയോ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. ചൈൽഡ് മാരേജ് റെസ്ട്രിക്റ്റ് ചെയ്തു. ഏജ് അപ്രോപ്രിയേറ്റ് മാരേജിനെ അഡ്വക്കേറ്റ് ചെയ്തു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും എംപവറിനും വേണ്ടി വാദിച്ചു. വിധവകൾക്ക് എന്തിനാണ് വിവാഹത്തിനും അതുപോലെ സോഷ്യൽ പാർട്ടിസിപ്പേഷനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തൊഴിൽ മേഖലകളിലും അതുപോലെ തന്നെ സമൂഹത്തിലുമൊക്കെ സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മസമാജം പ്രയത്നിച്ചു. അതുപോലെ ബ്രഹ്മസമാജത്തിൻ്റെ ഇൻസ്പിറേഷൻ മൂലം ഒരുപാട് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകൾ ഉണ്ടായി. പ്രാർത്ഥനാ സമാജവും ആര്യ സമാജവും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഇൻസ്പിറേഷൻ മൂലം, ബ്രഹ്മസമാജത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതുപോലെ ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആര്യ സമാജം. അപ്പോൾ നമ്മൾ രാജാറാം മോഹൻ റോയ് പഠിച്ചു, ബ്രഹ്മസമാജം പഠിച്ചു. അടുത്ത് പഠിക്കാൻ പോകുന്നു ആര്യ സമാജം.
ഓക്കെ, ആര്യസമാജം ആരംഭിച്ച വർഷം 1875 ഇത് ആരംഭിച്ച വ്യക്തിയുടെ പേര് ദയാനന്ദ സരസ്വതി. അപ്പോൾ ആര്യസമാജം ആരംഭിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ പറയുക അതിന്റെ ഫൗണ്ടർ ദയാനന്ദ സരസ്വതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദയാനന്ദ സരസ്വതി. അടുത്തത് ദ ആര്യസമാജം വാസ് ഫൗണ്ടഡ് ഇൻ ബോംബെ. ബോംബെയിലാണ് തുടങ്ങിയത്. അപ്പോൾ ശ്രദ്ധിക്കണേ, 1875 ബോംബെയിലാണ് ആര്യസമാജം തുടങ്ങുന്നത്. ലേറ്റർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സമാജം വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ലാഹോർ. പിന്നീട് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലാഹോറിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആര്യസമാജത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാഹോറാണ്. തുടങ്ങിയ സമയത്ത് എവിടെയായിരുന്നു? ബോംബെയിലായിരുന്നു. ഓക്കെ, 2 പോയിന്റ് ക്ലിയർ ആയേ. അടുത്തത് ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ആര്യസമാജം വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ബോംബെ. ബോംബെയിലുള്ള കത്യവാറിലാണ് എന്ത് ചെയ്തത്? ആര്യസമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 1875 ഏപ്രിൽ 10 ഈ പറയുന്ന പരിപാടി നടക്കുന്നത്. അപ്പോൾ ദയാനന്ദ സരസ്വതി 1875 ഏപ്രിൽ 10 ബോംബെയിലെ കത്യവാറ് കേന്ദ്രമാക്കി ആര്യസമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നു. പിൻകാലത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലാഹോറിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പോയിന്റുകൾ ക്ലിയർ ആണ്. അടുത്തത് നോക്കുക. ദ മെയിൻ ഗോൾ ഓഫ് ആര്യസമാജം. ആര്യസമാജത്തിന്റെ പ്രധാന ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിവൈവൽ ഓഫ് ഹിന്ദുയിസം ബേസ്ഡ് ഓൺ വേദാസ്. വേദങ്ങളിൽ അധിഷ്ഠിതമായി ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണം നടക്കണം. ഹിന്ദുമതം റിവൈവൽ ചെയ്തു വരണം ഓൺ ദ ബേസിസ് ഓഫ് വേദാസ്. വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുമത പുനരുദ്ധാരണമാണ് ആര്യസമാജത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക. ദ മോട്ടോ ഓഫ് ആര്യസമാജം. ആര്യസമാജത്തിന്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിട്ടേൺ ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക. റിട്ടേൺ ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ് ആര്യസമാജത്തിന്റെ പ്രധാനപ്പെട്ട മോട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാ? ഇത് ആര്യസമാജം സ്ഥാപിച്ചത് ആരാ? ദയാനന്ദ സരസ്വതി. അപ്പോൾ വേദങ്ങളിലേക്ക് മടങ്ങുക, ഗോ ടു വേദാസ് അല്ലെങ്കിൽ റിട്ടേൺ ടു വേദാസ്. ഗോ ടു വേദാസ് എന്നാണ് കറക്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ടുള്ളത്. ഗോ ടു വേദാസ് എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ്. എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ദാറ്റ് ഒപ്പോസ്ഡ് അഡോളട്രി ആൻഡ് ചൈൽഡ് മാരേജ്. അഡോളട്രിയെയും ചൈൽഡ് മാരേജിനെയും, അഡോളട്രി എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന, വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർത്ത സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ആണ് നമ്മുടെ ആര്യസമാജം എന്ന് പറയുന്നത്. ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റുകളുടെയൊക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. കാര്യം എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. ഈ വിഗ്രഹാരാധന, ശൈശവവിവാഹം, സ്ത്രീകൾക്കുള്ള വിവേചനം, ഇതൊക്കെയായിരുന്നു അനാചാരങ്ങൾ. അപ്പോൾ പോയിന്റുകൾ ചിലപ്പോൾ ഇതിനകത്ത് സെയിം ആയിട്ട് വരാം. ഓക്കെ, അടുത്തത് ദ 10 ഡോക്ട്രൈൻസ് വാർ അസോസിയേറ്റഡ് വിത്ത് ആര്യസമാജം. ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 ഡോക്ട്രൈൻസ്, 10 തത്വങ്ങൾ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ 10 ഡോക്ട്രൈൻസ് വാർ അസോസിയേറ്റഡ് വിത്ത് ആര്യസമാജം. ആര്യസമാജവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് 10 ഡോക്ട്രൈൻസ് എന്ന് പറയുന്നത്. ദ മോട്ടോ ഓഫ് ആര്യസമാജം. ആര്യസമാജത്തിന്റെ മോട്ടോയാണ് കിർണന്തോ വിശ്വം ആര്യം. സംസ്കൃതം വാർഡാണ് കേട്ടോ. കിർണതോ വിശ്വം ആര്യം. കിർണതോ വിശ്വം ആര്യം എന്നുള്ളതാണ് ബ്രഹ്മസമാജത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രഹ്മസമാജത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. റിട്ടേൺ ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതും ബ്രഹ്മസമാജത്തിന്റെ മോട്ടോ തന്നെയാണത്. ശരിക്കും ദയാനന്ദ സരസ്വതി പറഞ്ഞ ഒരു വാക്കാണെന്തെന്ന്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഈ ആര്യസമാജവുമായിട്ട് ബന്ധപ്പെട്ട് ദയാനന്ദ സരസ്വതി പറഞ്ഞൊരിതാണ്. കൃത്യമായിട്ട് അതിൻ്റെ ആപ്തവാക്യമായിട്ട് പറയുന്നതാണ് കിർണതോ വിശ്വമാര്യം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേക്ക് ദ വേർഡ് ഗ്രേറ്റ് ത്രൂ ഹിന്ദു റിന്യൂവൽ. ഹിന്ദു മത പുനരുദ്ധാരണത്തിലൂടെ ലോകത്തെ പ്രബുദ്ധമാക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഹിന്ദു വിശ്വം ആര്യം, കിർണതോ വിശ്വം ആര്യം. ഹിന്ദുമത പുനരുദ്ധാരണത്തിലൂടെ ലോകത്തെ പ്രഗത്ഭരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥമൊന്നും വേണ്ട, ചിലപ്പോൾ ഇതേപോലെ തന്നെ ചോദിച്ചാലായി കേട്ടോ. ആര്യസമാജത്തിൻ്റെ മോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ കിർണതോ വിശ്വം ആര്യം കർപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അത് കാണൂല, പകരം ഇങ്ങനെ തന്നേക്കും, മേക്ക് ദ വേൾഡ് ഗ്രേറ്റ് ത്രൂ ഹിന്ദു റിന്യൂവൽ എന്ന് തന്നിരുന്നാൽ അതാണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദയാനന്ദ സരസ്വതീസ് ഫേമസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സത്യാർത്ഥ പ്രകാശ്. ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ
സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു ദയാനന്ദ സരസ്വതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആര്യ സമാജത്തെക്കുറിച്ച് പഠിച്ചു, എന്നാണ് തുടങ്ങിയെന്ന് പഠിച്ചു, ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു എന്ന് പഠിച്ചു, പിന്നീട് അത് എങ്ങോട്ട് മാറിയെന്ന് പഠിച്ചു, അതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താണെന്ന് പഠിച്ചു, മോട്ടോ പഠിച്ചു, മോട്ടോ രണ്ടെണ്ണം പഠിച്ചു, പിന്നെ ഇത് പ്രധാനമായിട്ട് ഒപ്പോസ് ചെയ്തതിനേക്കാണെന്ന് പഠിച്ചു, അഡോളട്രി ആൻഡ് ചൈൽഡ് മാരേജ് പഠിച്ചു, 10 ഡോക്ട്രൈൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിച്ചു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫൗണ്ടർ എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് സത്യാർത്ഥ പ്രകാശ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു ദയാനന്ദ സരസ്വതി. ഒന്ന് ആര്യസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അടുത്തത് ഇദ്ദേഹം ജനിച്ച വർഷം 1824 ഫെബ്രുവരി 12-നാണ്. 1824 ഫെബ്രുവരി 12, മനസ്സിൽ ഉറപ്പിക്കുക, 1824 ഫെബ്രുവരി 12 ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന സോഷ്യൽ റിഫോംസ് ലീഡർ ജനിച്ച വർഷം. ഇദ്ദേഹം ജനിച്ച സ്ഥലമാണ് തക്കാര, ഗുജറാത്തിലെ തക്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത്. തക്കാരയിലാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരാണ് മൂൽ ശങ്കർ. ദയാനന്ദ സരസ്വതി എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നാണ്. ഈ മൂൽ ശങ്കർ എങ്ങനെ ദയാനന്ദ സരസ്വതി ആയെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാനും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് കിഷൻജി ലാലാജ് തിവാരി. കിഷൻജി ലാലാജ് തിവാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമ്മയുടെ പേര് യശോദാബായി. അച്ഛൻ്റെ അമ്മയുടെയും പേരൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നന്നായിട്ട് പഠിക്കുക, മൂൽ ശങ്കർ. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഗുരു, ഇതും പഠിച്ചു വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് വിർജാനന്ദ ദണ്ഡീശ. ഞാൻ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ബാക്കിയുള്ളതൊന്നും പഠിക്കണ്ട എന്നൊരർത്ഥമില്ല. ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യമുണ്ട്. മറ്റത് ഫാക്റ്റുകളാണ്, ചിലപ്പോൾ ചോദിക്കാം. അത്രത്തോളം പ്രാധാന്യം കൊടുക്കണ്ട എന്നേ പറഞ്ഞോളൂ. അറിഞ്ഞിരിക്കണം കേട്ടോ. മൂൽ ശങ്കറിൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ നമ്മൾ എഴുതിയേ പറ്റൂ. ഓക്കെ, അങ്ങനെയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും ഗുരുവിൻ്റെ പേരും ഒക്കെ ചോദിക്കാം. വിർജാനന്ദ ദണ്ഡീശ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗുരുവിൻ്റെ പേര്. ഗുരുവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇദ്ദേഹം മരിച്ചത്, നമ്മുടെ ദയാനന്ദ സരസ്വതി മരിച്ചത് 1883 ഒക്ടോബർ 30-നാണ്. 1883 ഒക്ടോബർ 30-നാണ് ഇദ്ദേഹം മരിച്ചത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് വിർജാനന്ദ ദണ്ഡീശ. ഈ പറയുന്ന വ്യക്തി സ്വാമി വിർജാനന്ദ ദണ്ഡീശയാണ് മൂൽ ശങ്കേഴ്സ് ഗുരു ഹു ഗേവ് ദ നൈം ദയാനന്ദ സരസ്വതി. അപ്പോൾ മൂൽ ശങ്കർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഈ വിർജാനന്ദയാണ് ഇദ്ദേഹത്തിന് ദയാനന്ദ സരസ്വതി എന്ന പേര് കൊടുത്തത്. അപ്പോൾ മൂൽ ശങ്കർ എന്ന നാമത്തിൽ ഗുജറാത്തിലെ തക്കാരത്ത് ജനിച്ച മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് കൊടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗുരുവായ വിർജാനന്ദയാണ്. ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കും. മൂൽ ശങ്കർ യഥാർത്ഥ പേര് ചോദിക്കാം. അദ്ദേഹത്തിന് ദയാനന്ദ സരസ്വതി എന്ന പേര് കൊടുത്തത് ആരെന്ന് ചോദിക്കാം. ഓക്കെ, അടുത്തത് ഇറ്റ് വാസ് ഗുരു വിർജാനന്ദ ഹു ഗേവ് ദ നൈം ഋഷി ദയാനന്ദ ടു ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഋഷി ദയാനന്ദ. അപ്പോൾ നമ്മുടെ ദയാനന്ദ സരസ്വതി തന്നെയാണ് ഋഷി ദയാനന്ദ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പേരുകളൊക്കെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് കേട്ടോ. ഈ വിർജാനന്ദ തന്നെയാണ് ദയാനന്ദ സരസ്വതി എന്ന് വിളിച്ചത്. അത് പോരാഞ്ഞിട്ട് അദ്ദേഹം പോയി പിന്നെ വീണ്ടും വിളിക്കുകയാണ് ഋഷി ദയാനന്ദ. ഓക്കെ, അപ്പോൾ ദയാനന്ദ സരസ്വതി ഋഷി ദയാനന്ദ എന്ന് വിളിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ വിർജാനന്ദ ദണ്ഡീശ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്, മൂൽ ശങ്കറിൻ്റെ ഗുരുവാണ് വിർജാനന്ദ ദണ്ഡീശ എന്ന് പറയുന്നത്. ഹീ ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെ കുറച്ച് പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദയാനന്ദ സരസ്വതിയാണ്. കാൽവിൻ ഓഫ് ഹിന്ദുയിസം, ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം, ഹിന്ദുയിസത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നീ വിശേഷങ്ങൾ അറിയപ്പെടുന്ന വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, കാൽവിൻ ഓഫ് ഹിന്ദുയിസം എന്നറിയപ്പെടുന്നു, മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്നറിയപ്പെടുന്നു. ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ബാക്കി നോക്കുക. സോഷ്യൽ റിഫോമർ ഹു ഒപ്പോസ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തെ, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിൻ്റെയും ഒരു പ്രധാന അജണ്ട ആയിരിക്കും. ചൈൽഡ് മാരേജ്, ശൈശവവിവാഹം, ഐഡിയൽ വർഷിപ്പ്, ഏകദൈവ വിശ്വാസം, കൂടാതെ പോളിഗമി. ഇത് പഠിച്ചു വയ്ക്കുക, എല്ലാം പഠിക്കണം. പോളിഗമി എന്ന് വെച്ചാൽ ബഹുഭാര്യത്വം, ഒന്നിലധികം ഭാര്യമാരെ
പാർപ്പിക്കുന്ന ആ രീതി, ബഹുഭാരിത്വം. അപ്പോൾ ഇതിനെയൊക്കെ എതിർത്ത സോഷ്യൽ റിഫോമറാണ് അല്ലെങ്കിൽ സോഷ്യൽ റിഫോം ലീഡറാണ് നമ്മുടെ ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. കാസ്റ്റിത്വത്തെ എതിർത്തു, ചൈൽഡ് മാരേജിനെ എതിർത്തു, ഐഡിയൽ വർഷിപ്പിനെ എതിർത്തു, ബഹുഭാര്യത്തെ പോളിഗമിയെ എതിർത്തു. ഓക്കെ, ദ റിനൈസൻസ് ലീഡർ ഹൂ അഡ്വൈസ്ഡ് പീപ്പിൾ ടു അബൻഡൻ ഫോറിൻ ഗുഡ്സ് ആൻഡ് അഡോപ്റ്റ് ഇൻഡിജീനിയസ് വേയ്സ്. ഫോറിൻ ഗുഡ്സ് അബൻഡൻ ചെയ്തിട്ട് സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അഡ്വൈസ് ചെയ്ത റിനൈസൻസ് ലീഡറാണ് ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സ്വദേശി മൂവ്മെന്റ് പഠിച്ചതാണ്. ഇങ്ങനെ ജനങ്ങളോട് അഡ്വൈസ് ചെയ്ത വ്യക്തി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അടുത്തത് ആര്യപ്രകാശം ഈസ് എ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി ആരംഭിച്ച ന്യൂസ് പേപ്പറാണ് ആര്യപ്രകാശം. അത് നമ്മൾ പ്രത്യേകിച്ച് ഇനി പഠിക്കേണ്ട. ആര്യ സമാജം, ദയാനന്ദ സരസ്വതി, ആര്യപ്രകാശവും ആര് തന്നെ, ദയാനന്ദ സരസ്വതി ആരംഭിച്ച ന്യൂസ് പേപ്പർ തന്നെ, എളുപ്പം കിട്ടും. ഓക്കെ, അടുത്ത നോക്കുക, ശുദ്ധി പ്രസ്ഥാനം ഈസ് എ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ദയാനന്ദ സരസ്വതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധി പ്രസ്ഥാനം ഈസ് എ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ദയാനന്ദ സരസ്വതി ടു ബ്രിങ് ബാക്ക് ദോസ് ഹൂ ലെഫ്റ്റ് ഹിന്ദുയിസം. അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി കൊണ്ടുവന്ന ഒരു മൂവ്മെൻ്റാണ് ശുദ്ധി പ്രസ്ഥാനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ശുദ്ധി പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാ? ആരാ ശുദ്ധി പ്രസ്ഥാനം കൊണ്ടുവന്നത്? ദയാനന്ദ സരസ്വതി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിങ് ബാക്ക് ഹൂ ഹാഡ് ലെഫ്റ്റ് ഹിന്ദുയിസം. ഹിന്ദുയിസത്തിൽ നിന്ന് ലെഫ്റ്റായി പോയ ആളുകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ശുദ്ധി പ്രസ്ഥാനം. അടുത്തത് ഗോരക്ഷണി സഭ. ഗോരക്ഷണി സഭ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ച വ്യക്തിയും ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഇൻ 1882 1882 അദ്ദേഹം സ്ഥാപിച്ചത്. സ്റ്റാർട്ടഡ് ഇൻ 1822 ഫോർ കൗ പ്രൊട്ടക്ഷൻ. പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 1882 ദയാനന്ദ സരസ്വതി ആരംഭിച്ച സംഘടനയാണ് ഗോരക്ഷണി സഭ. ചിലപ്പോൾ ചോദിക്കും, താഴെ തന്നിരിക്കുന്ന സംഘടനകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം നിങ്ങൾ എഴുതും, ശുദ്ധി പ്രസ്ഥാനം എഴുതും, ഇതാ കിടക്കുന്നു ഗോരക്ഷണി സഭ. പഠിക്കാതെ പോയവർ ചിലപ്പോൾ എഴുതണമെന്നില്ല, വർക്ക് ചെയ്തവർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ദയാനന്ദ സരസ്വതി സ്റ്റാർട്ടഡ് പരോപകാരിണി സഭ. അദ്ദേഹം തുടങ്ങിയ മറ്റൊരു സഭയാണ് പരോപകാരിണി സഭ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ടു പബ്ലിക് വേദിക്സ് വർക്ക് ഓൺ ആൻഡ് ഹിസ് ഓൺ ബുക്സ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബുക്കുകളും അതുപോലെ വേദിക് വർക്കുകളൊക്കെ ഇൻ അജ്മീറിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പരോപകാരിണി സഭ. അപ്പോൾ ഗോരക്ഷണി സഭ, ശുദ്ധി പ്രസ്ഥാനം, പരോപകാരിണി സഭ ഇതൊക്കെ ദയാനന്ദ സരസ്വതി തുടങ്ങിയ പല പല സന്ദർഭങ്ങളിൽ തുടങ്ങിയ പല സംഘടനകളാണ്. ഓക്കെ, അപ്പോൾ ശുദ്ധി പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹിന്ദു മതത്തിൽ നിന്ന് പോയവരെ തിരികെ കൊണ്ടുവരാൻ. ഗോരക്ഷണി സഭ എന്തിനു വേണ്ടിയായിരുന്നു? പേരിൽ തന്നെ ഉണ്ട്, കൗ പ്രൊട്ടക്ഷൻ. ഏത് വർഷം പറഞ്ഞേ? 82 ഓക്കെ. പരോപകാരിണി സഭ എന്തിനാടെ? പബ്ലിഷ് വേദിക് വർക്ക്സ് ആൻഡ് ഹിസ് ഓൺ ബുക്സ് ഇൻ അജ്മീർ. അജ്മീറിലെ വേദിക് വർക്കുകളും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബുക്കുകളും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് പരോപകാരിണി സഭ എന്ന് പറയുന്നത്. ലാലാ ലജ്പത് റായ് ഈസ് എ ഫ്രീഡം ഫൈറ്റർ ഹൂ വാസ് എ ഡിസിപ്പിൾ ഓഫ് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന ഫ്രീഡം ഫൈറ്ററാണ് ലാലാ ലജ്പത് റായ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, എളുപ്പമാണ്. ഓക്കെ, അടുത്ത് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്റെ പേര് പഠിച്ചു, ലാലാ ലജ്പത് റായ്. അങ്ങനെയാണെങ്കിൽ ദ കിങ് ഹൂ ഒപ്പോസ്ഡ് ദ വ്യൂ ഓഫ് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാടുകളെ എതിർത്ത രാജാവിൻ്റെ പേര് ചോദിച്ചു പറഞ്ഞാൽ അദ്ദേഹമാണ് ദ കിങ് ഓഫ് ജോധ്പൂർ. ജോധ്പൂർ രാജാവ്. ദയാനന്ദ സരസ്വതിയുടെ ഐഡിയകളെ എതിർത്തിരുന്ന വ്യക്തിയാണ് കിങ് ഓഫ് ജോധ്പൂർ, ജോധ്പൂരിലെ രാജാവ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ ഐഡിയകളെ എതിർത്ത രാജാവാണ് കിങ് ഓഫ് ജോധ്പൂർ, ജോധ്പൂർ രാജാവ്. ദയാനന്ദ സരസ്വതി വാസ് ദ ഫസ്റ്റ് ടു യൂസ് ദ ടേം സ്വദേശി. ഈ സ്വദേശി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ദയാനന്ദ സരസ്വതിയാണ്. വിച്ച് ബിക്കം പോപ്പുലർ ലേറ്റർ ഇൻ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടിരുന്ന വാക്കാണ് സ്വദേശി. സ്വദേശി മൂവ്മെന്റ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി ആരാണ്? നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി പാസ്ഡ് അവേ ഇൻ 1883. 1883 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ നോക്കാം. ബാക്കി പോയിന്റുകളൊക്കെ ക്ലിയർ ആണ്, കുഞ്ഞു പോയിന്റുകളാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഒന്ന്, ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക. ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ്. ഒന്ന് പറഞ്ഞേ, ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക. അടുത്തത്
ഗോകാരുണ്യനിധി. ഗോകാരുണ്യനിധി. ഗോകാരുണ്യനിധി ആരുടെ പുസ്തകമാണ്? നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ് ഗോകാരുണ്യനിധി. അടുത്തത് വേദഭാഷ്യ. വേദഭാഷ്യ. അപ്പോൾ ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക, ഗോകാരുണ്യനിധി, വേദഭാഷ്യ, കൂടാതെ വേദഭാഷ്യ ഭൂമിക. ഈ ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക, വേദഭാഷ്യ ഭൂമിക, വേദഭാഷ്യ ഭൂമിക, ഇതൊക്കെ നമുക്ക് ഒരുമാതിരി കണക്ട് ചെയ്ത് വയ്ക്കാം അല്ലെ. എല്ലാത്തിനകത്തും ഈ ഭൂമിക, ഭാഷ്യ ഭൂമിക ഉണ്ട്. അതൊക്കെ ദയാനന്ദ സരസ്വതിയുടെ പുസ്തകങ്ങളാണ്. കൂടാതെ ഗോകാരുണ്യനിധിയും കൂടി പഠിച്ചു വയ്ക്കുക. അടുത്തത് സത്യാർത്ഥ പ്രകാശ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. സത്യാർത്ഥ പ്രകാശം വിച്ച് മെൻഷൻ ദ അറൈവൽ ഓഫ് ആര്യൻ ഇൻ ഇന്ത്യൻസ്. ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. സത്യാർത്ഥ പ്രകാശം എന്നതിനെ കുറിച്ച് പറയുന്നു. ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് പറയുന്ന ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളത്. ദ ലാംഗ്വേജ് ഇൻ വിച്ച് സത്യാർത്ഥ പ്രകാശം റോട്ട്. സത്യാർത്ഥ പ്രകാശം എഴുതിയ ഭാഷ ചോദിച്ചാൽ പറയുക അത് ഹിന്ദിയാണ്. ഹിന്ദി ഭാഷയിലാണ് ഈ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ബുക്ക് രചിച്ചത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്ക് സത്യാർത്ഥ പ്രകാശം എഴുതിയത് ദയാനന്ദ സരസ്വതിയാണ്. എങ്കിൽ ദ വർക്ക് നോൺ ആസ് ബൈബിൾ ഓഫ് ആര്യ സമാജം. ബൈബിൾ ഓഫ് ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന സത്യാർത്ഥ പ്രകാശമാണ്. ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1875 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ബൈബിൾ ഓഫ് ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ സത്യാർത്ഥ പ്രകാശ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഓക്കെ, ഹു ഫസ്റ്റ് റൈസ് ദ സ്ലോഗൻ ഇന്ത്യ ഫോർ ഇന്ത്യൻസ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന സ്ലോഗൻ ആദ്യമായി ഉന്നയിച്ച വ്യക്തി അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തി നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. ഹു ഫസ്റ്റ് റൈസ് ദ സ്ലോഗൻ ഇന്ത്യ ഫോർ ഇന്ത്യൻസ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞ വ്യക്തി ദയാനന്ദ സരസ്വതിയാണ്. ദ റിനൈസൻസ് ഹീറോ ഹു റൈസ് ദ സ്ലോഗൻ സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ. ഇങ്ങനെ ഒരു സ്ലോഗൻ റൈസ് ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ദയാനന്ദ സരസ്വതി പറഞ്ഞ പ്രധാനപ്പെട്ട സ്ലോഗൻസ് ആണ്. ഒന്ന് ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ ദയാനന്ദ സരസ്വതി പറഞ്ഞ വാക്കുകളാണ്. അടുത്തത് ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് ദ ആര്യൻസ് കം ടു ഇന്ത്യ ഫ്രം തിബറ്റ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് തിബറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞ വ്യക്തി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ ഏത് ബുക്കിലെന്ന് ചോദിച്ചാൽ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ബുക്കിലാണ്. അപ്പോൾ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയത് തിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് തിബറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. ദ സോഷ്യൽ റിഫോമർ ഹു കാൾഡ് ടു റിട്ടേൺ ടു വേദാസ്. റിട്ടേൺ ടു വേദാസ് അല്ലെങ്കിൽ നമ്മളതിനെ ഗോ ടു വേദാസ് എന്ന് പറയും. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതിയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്ത് നോക്കിക്കോളുക. ലാല ഹൻസ്രാജ് ഫൗണ്ടഡ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. ഈ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് ലാല ഹൻസ്രാജ്. ദയാനന്ദ സരസ്വതിയുടെ പേരിലുള്ള കോളേജാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. ഇത് ഫൗണ്ട് ചെയ്ത വ്യക്തി ലാല ഹൻസ്രാജ് ആണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1886. അപ്പോൾ 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിക്കുന്നു. അത് സ്ഥാപിച്ച വ്യക്തി ലാല ഹൻസ്രാജ് ആണ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാഹോറിലാണ്. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാല ഹൻസ്രാജ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂള് ചോദിച്ചാൽ പറയുക അത് ലാഹോറിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എടുത്ത് നോക്കുക. ഹു ഈസ് നോൺ ആസ് ദ ദയാനന്ദ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ദയാനന്ദ സരസ്വതി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ദയാനന്ദ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. രാമലിംഗ അടികളാണ് എന്തെന്നറിയപ്പെടുന്നത്? സൗത്ത് ഇന്ത്യയിലെ ദയാനന്ദ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സൗത്ത് ഇന്ത്യയിലെ ദയാനന്ദ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികൾ.
Dayananda Saraswati was the first to suggest that Hindi should be the recognized as the national language. ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാകണമെന്ന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അപ്പോൾ ദയാനന്ദ സരസ്വതി വാസ് ദ ഫസ്റ്റ് ടു സജസ്റ്റഡ് ദാറ്റ് ഹിന്ദി ഷുഡ് ബി ദ റെക്കഗ്നൈസ്ഡ് ആസ് ദ നാഷണൽ ലാംഗ്വേജ്. ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആകണം എന്ന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത വ്യക്തി നമ്മുടെ ദയാനന്ദ സരസ്വതി തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഗോ ടു വേദാസ് എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കോളേജാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. അത് 1886 സ്ഥാപിച്ചത് രാജ ലാല ഹൻസ്രാജാണ്. എങ്കിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞേ യെസ്, ലാഹോറിലാണ്. എങ്കിൽ ആരാടെ രാമലിംഗ അടികൾ ആരാണ്? ദയാനന്ദ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി സജസ്റ്റ് ചെയ്ത വ്യക്തി നമ്മുടെ ദയാനന്ദ സരസ്വതി തന്നെയാണ്. എങ്കിൽ കാംഗ്രി ഗുരുകുലം ഫൗണ്ട് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹം 1902 എന്ത് ചെയ്യുന്നത് കാംഗ്രി ഗുരുകുലം തുടങ്ങുന്നത്. കാംഗ്രി ഗുരുകുലം ആരംഭിക്കുന്നത് 1902. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് ഇത് തീർന്നിട്ടില്ല. ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് 2 ക്ലാസ് വേണ്ടി വരും തീരാനായിട്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.